എല്ലാവർക്കും നമസ്കാരം. ടെക്സ്പോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിനെ എങ്ങനെ അടിപൊളി തമ്പനെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളൊരു ആപ്ലിക്കേഷനാണെന്ന് പരിചയപ്പെടുത്തുന്നത്. സ്നാപ്സീഡ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മുടെ ചാനലിൽ എല്ലാ തമ്പനെയിലും ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ കൂടുതലായിട്ടും. അപ്പോൾ ആ ആപ്പിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചാനലിൽ എങ്ങനെ തമ്പനെയിൽ നമ്മൾ ആ ഒരു ആപ്പ് വഴി ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ വേണം. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് സ്നാപ്സീഡ് എന്നാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് പ്ലേ സ്റ്റോറിൽ പോകാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. സ്നാപ്സീഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ സെർച്ച് ചെയ്തു. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ആ ഒരു ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനാണ് നമുക്ക് വേണ്ടത്. ഗൂഗിൾ LLCയുടെ ആപ്ലിക്കേഷനാണ്. നമുക്കിത് മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. 4.5 റേറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. ആദ്യം വരുന്ന സ്ക്രീനാണ് നിങ്ങൾ കാണുന്നത്. ഒരു പ്ലസ് ഐക്കണായിട്ട് ഒരു സ്ക്രീനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ടാപ്പ് എനിവെയർ ടു ഓപ്പൺ എ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ആപ്ലിക്കേഷൻ ഓപ്പണായി വന്നതിന് ശേഷം പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഫോട്ടോയിലേക്കായിരിക്കും ഇത് പോകുന്നത്. നമുക്കിവിടെ മുകളിൽ കാണുന്ന 3 ഡോട്ടുകൾ നമുക്ക് ഇടതുവശത്തെ മുകളിലായിട്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതെടുക്കുമ്പോൾ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനിടെ ഞാനിവിടെ ഗാലക്സി S8 എന്നുള്ള എൻ്റെ ഫോണിൻ്റെ ഒരു ഇൻറ്റേർണൽ മെമ്മറി സെലക്ട് ചെയ്തു. എനിക്ക് ആവശ്യമുള്ള ഫോട്ടോ എൻ്റെ ഫോൾഡർ എടുത്തു. എന്നിട്ട് ഞാനൊരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഈ ഒരു ഫോട്ടോയാണ്. ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഒരു ഫോട്ടോ നമ്മുടെ സ്ക്രീനിലേക്ക് വരും. അപ്പോൾ ഇനി നമുക്കിവിടെ താഴെയായിട്ട് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ലാസ്റ്റ് എഡിറ്റ്സ്, പോർട്രേറ്റ്, സ്മൂത്ത്, പോപ്പ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ലാസ്റ്റ് എഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ച ആ ഒരു ഓപ്ഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മളിത് പുതിയതായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കിവിടെ ഓരോ ഓപ്ഷനും ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ പോർട്രേറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു ഫോട്ടോൻ്റെ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ പോപ്പ് എന്നൊരു ഓപ്ഷൻ എടുത്തപ്പോൾ ആ ഒരു ഫോട്ടോയിൽ കുറച്ച് ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഓപ്ഷനാണ് ആക്സെൻറ്റുവേറ്റ് എന്നൊരു ഓപ്ഷൻ. അതെടുക്കുമ്പോൾ കുറച്ചുകൂടി കോൺട്രാസ്റ്റ് കൂടി വരുന്നതായിട്ട് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഓരോ എഡിറ്റിലും ഓരോ ഫീച്ചറിനും ഓരോ ഓപ്ഷൻസിലും ഫോട്ടോയിൽ വരുന്ന മാറ്റങ്ങൾ നമുക്കിവിടെ സ്ക്രീനിൽ നോക്കിയാലും മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഈ ഒരു ഫോട്ടോ മാറ്റാം. ഓക്കെ, അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇത് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്സെൻറ്റുവേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ആ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ കുറച്ചുകൂടി കോൺട്രാസ്റ്റിൽ ആ ഒരു ഫോട്ടോ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പോകേണ്ടത് ടൂൾസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ടൂൾസിൽ പോകുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മെയിനായിട്ട് വേണ്ടത് ക്രോപ്പാണ്. അപ്പോൾ അതിൽ ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ക്രോപ്പ് എടുക്കുകയാണെങ്കിൽ യൂട്യൂബ് തമ്പനെയിലിന് ആവശ്യമുള്ള രീതിയിലേക്ക് നമുക്കൊരു ഫോട്ടോൻ്റെ ക്രോപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ചെറുതായി കൊടുക്കുക. നമുക്ക് ഇത്രയും വീതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ഫോട്ടോ ചെറുതാവും. പിന്നീട് ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഇവിടെ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അപ്പോൾ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ടെക്സ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്കാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. നമുക്ക് ഇനി ഇത് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ താഴെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് L1 ഉണ്ട്, L2 ഉണ്ട്. അത് ഓരോന്നും നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും സ്ക്രീനിൽ കാണുന്ന ആ ഒരു ടെക്സ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ലൈൻ, L4, L5 അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഓപ്ഷൻ നിങ്ങൾ ഈ സേവ് ദ ഡേറ്റ് ഒക്കെ ചെയ്യുന്ന ഫോട്ടോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പേരൊക്കെ എഴുതിയിരിക്കുന്നത്. അതൊക്കെ ഈ ഒരു ആപ്പ് വെച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ H2 ഉണ്ട്, H3 ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനിലേക്ക് നമുക്കിനി സെലക്ട് ചെയ്യാം. പിന്നെ N1, N2, N3 എന്നുള്ള റൗണ്ട് ടൈപ്പിലൊക്കെ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് മാറ്റുവാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ഒരുപാട് ഷേപ്പിൽ നമുക്കിവിടെ മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും ടെക്സ്റ്റ്. ഇപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ഉണ്ട്, അത് M3 ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. M3 ഈ ഒരു ഓപ്ഷനിലാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ചാനലിൽ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാറ്.
അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഈ ടെക്സ്റ്റിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ ആ ഒരു ടെക്സ്റ്റ് മാറ്റുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ടെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോയിൽ എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഒരു വ്ളോഗാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള തമ്പനയിലാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മലയാളം മൂന്നാർ വ്ളോഗ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എക്സ്പ്ലോറിങ് എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു മോഡൽ പോലെ ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നമുക്ക് ഓക്കെ അടിക്കാം. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് നമ്മുടെ സ്ക്രീനിലേക്ക് വരുന്നതാണ്. നമുക്കിത് സ്ക്രീനിൽ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് അത് ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് അത് ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു സ്റ്റൈല് മാറ്റി നോക്കാം. അതിനായിട്ട് നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, സ്റ്റൈലിൻ്റെ ഓപ്ഷൻ. അതൊന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇഷ്ടമുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ടെക്സ്റ്റ് മാറ്റുവാനായിട്ട് സാധിക്കും. ആദ്യം കാണിച്ച പോലെ തന്നെ നമ്മുടെ ആ ഒരു തമ്പനയിലിന് വേണ്ട രീതി ഏതാണോ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്കത് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ആ ഒരു ഷേപ്പ് മാറുന്നതിനനുസരിച്ച് അതിൽ ടെക്സ്റ്റിൻ്റെ ഷേപ്പും മാറുന്നതൊക്കെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ താഴെയായിട്ട് കളേഴ്സിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ കളേഴ്സിൻ്റെ ഒരു ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കളറ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളറൊക്കെ മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് നമുക്ക് ആ ഒരു ടെക്സ്റ്റിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നല്ല പെട്ടെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തമ്പനയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവറിന് ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കളറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറൊക്കെ ചൂസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ടെക്സ്റ്റിന്. കൂടുതൽ യെല്ലോ കളറൊക്കെയാണ് നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുക്കാറ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇഷ്ടമുള്ള കളറിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ടെക്സ്റ്റ് വലുതാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 2 വിരൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ടെക്സ്റ്റ് വലുതാക്കാനായിട്ട് സാധിക്കും. നമുക്ക് യെല്ലോ കളർ തന്നെ കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം അത് എവിടെയാണോ വേണ്ടത് അവിടെ നമ്മൾ വെച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് താഴെയുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതിനായിട്ട് ടൂൾസിൽ പോകണം, താഴേക്ക് വന്നിട്ട് ടെക്സ്റ്റ് എടുക്കണം. നമുക്ക് വീണ്ടും ഈ ഒരു ഡബിൾ ടാപ്പ് ടു ഹിയർ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് കൊടുത്തിട്ട് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് 1 ഡേ പിക്നിക്ക് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓക്കെ അടിക്കാം. അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഷേപ്പ് മാറ്റി നമുക്ക് വേറൊരു സ്റ്റൈലിലേക്ക് ആക്കാം. അതിനായിട്ട് നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷനായ ആ ഒരു സ്റ്റൈലിൻ്റെ ഓപ്ഷനിൽ പോയി അവിടെ നമുക്ക് B4 B3 എന്ന ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇങ്ങനെ സൈഡിലേക്ക് മൂവ് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി വേറൊരു കളറിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ടെക്സ്റ്റ് നമ്മൾ ഈ ഒരു കളറിലാണ് കൊടുത്തത്. നമുക്ക് രണ്ടാമത്തെ ടെക്സ്റ്റ് വേറൊരു കളറിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ചേഞ്ച് ചെയ്തിന് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫോട്ടോയിൽ എവിടെയാണ് സ്പേസ് ഉള്ള ആ ഒരു ഏരിയയിൽ ഇത് വെച്ചതിന് ശേഷം നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്തു. അതിന് ശേഷം നമുക്കവിടെ താഴെയുള്ള ടിക്ക് മാർക്കിൽ നമുക്ക് ഈ ഒരു കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്ത് നമ്മൾ ആ ഒരു ഫോട്ടോ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ടൂൾസിൽ പോയിട്ട് നമുക്ക് ഫോട്ടോ ഒന്നുകൂടി ഒന്ന് ക്രോപ്പ് ചെയ്ത് ചെറുതാക്കാം. അപ്പോൾ നമുക്ക് തമ്പനയിൽ വേണ്ടിയുള്ള ഫോട്ടോ ആയതുകൊണ്ട് നമുക്ക് ക്രോപ്പിൽ പോയിട്ട് വീണ്ടും അതൊക്കെ അതിൻ്റെ വലിപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതായി കൊടുക്കാം. ക്രോപ്പ് എടുത്തിട്ട് നമുക്ക് ക്രോപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സൈസിൽ ചെറുതാക്കാം. അതിന് ശേഷം നമുക്കിവിടെ താഴെയുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ഫോട്ടോ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ടിക്ക് മാർക്ക് കൊടുത്തു കഴിയുമ്പോൾ താഴെ വലതുവശത്തായിട്ട് എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ എക്സ്പോർട്ടിലുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സേവ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ സേവ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോ സേവ്ഡ് എന്നു വരും. അപ്പോൾ അതിൻ്റെ താഴെയുടെ വ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോ നമുക്കിവിടെ ഗാലറിയിലേക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഫോട്ടോ വലുതാക്കി നോക്കുമ്പോൾ അറിയാൻ സാധിക്കും നല്ല രീതിയിൽ ആ ഒരു ഫോട്ടോ എഡിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി നോക്കിയാലും മനസ്സിലാവും. നല്ല അടിപൊളിയായിട്ട് ആ ഒരു ഫോട്ടോ നമുക്ക് തമ്പനയിൽ പോലെ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ആപ്പ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ തമ്പനയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫോണിൽ നിന്ന് തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന് യാതൊരു ഇഷ്യൂസും വരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു സ്നാപ്സീഡ് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആഡ് ചെയ്ത് തരാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.